ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. ഉഷ എന്ന ഒരു പാവം സ്ത്രീയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് 5 വർഷം മുന്നേ സർജറിയുമായി ബന്ധപ്പെട്ട് അവരുടെ വയറ്റിൽ കത്രിക മറന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായിരിക്കുന്ന ഒരു വിവാദ മെഡിക്കൽ രംഗത്തെ ചിത്രം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ ലളിതാംബികയുടെ നേതൃത്വത്തിന് കീഴിൽ ഡോക്ടർ ഷാഹിദ എന്നിവർ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് 5 വർഷം മുന്നേ സംഭവിച്ചതാണ് ഈ പിഴവ്. അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു സിംറ്റമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ വിഷയത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നിട്ടും മറ്റു വിഷയവുമായി മൂത്രാശയ സംബന്ധമായ മറ്റു വിഷയവുമായി ഹോസ്പിറ്റലിൽ ചെന്ന സമയത്താണ് ഈ കത്രിക എക്സ്റേയിലൂടെ വ്യക്തമാവുന്നത്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോക്ക് മുന്നിൽ വന്നത് ആ കാര്യത്തിനൊന്നുമല്ല. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും മറ്റുള്ള വേദികളിൽ നിന്നും ഡോക്ടർമാർക്കെതിരെ വളരെയധികം കടന്നാക്രമിക്കുന്ന ഒരു ചിത്രമാണ് കണ്ടുവരുന്നത്. ഗവൺമെന്റ് തലത്തിലും ഉള്ള ഡോക്ടർമാർ പ്രത്യേകിച്ച് ജോലി സമ്മർദ്ദങ്ങളും മറ്റും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് സഹായികൾ അല്ലെങ്കിൽ ഹെൽപ്പർമാർ, സിസ്റ്റർമാർ, ഉപകരണക്കുറവ് എല്ലാം കൊണ്ടും മറ്റ് പല പരിമിതികളിൽ നിന്നുകൊണ്ട് അവർ മാനസികമായി സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് ചെയ്തു വരുന്ന ഒരു ജോലിക്കിടയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം അവരെ മാനസികമായി തളർത്തുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു വലിയ പിഴവാണെങ്കിലും അതിനുള്ള അന്വേഷണം കാര്യം അതിന്റെ മുറക്ക് നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ അവരെ അടിച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് മാറരുത്. സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ ആരോപണം ഉന്നയിക്കുന്ന എല്ലാവരും ഒരു മിതത്വം പാലിക്കണം എന്നാണ് ഞാൻ ഇത്തരുണത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏത് കാര്യം ചെയ്യുന്നതായാലും മനുഷ്യനല്ലേ, അവർക്ക് അതിൻ്റെതായ പിഴവുകൾ സംഭവിക്കില്ലേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സംഭവമാണോ എന്നാണ് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടർമാരൊക്കെ ഒപ്പം നിന്നുകൊണ്ട് സമൂഹത്തെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എടുത്തുചാടിയുള്ള ആവേശപ്രകടനങ്ങളും അനാദരവുകളും മറ്റും കാണിക്കുന്ന ഒഴിവാക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം.